നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. സ്വർണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു വിപ്രതിപത്തിയുള്ള കാര്യമാണ്. സ്വർണത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ഒരു സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ്. സൈദ്ധാന്തികമായിട്ട് തന്നെ അവർ സ്വർണത്തിന് അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്നതിന്, സ്വർണം വാങ്ങുന്നതിനൊക്കെ എതിരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ മക്കളുടെയൊക്കെ കല്യാണത്തിന് വധു വളരെ ഏറെ സ്വർണ്ണ ഭൂഷിതയായിട്ടൊക്കെ വരാറുണ്ട്. സ്വർണം കൊണ്ടൊക്കെ വധുവിനെ മൂടാറുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാൽ മതി. എന്തായാലും പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വർണത്തോട് ഒരു വിപ്രതിപത്തിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട്, അതായത് പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സ്വർണം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഈ സർക്കാരിനെയും പിണറായി വിജയനെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വർണം ഈ സർക്കാരിനൊരു വിനയായി, ഒരു കണ്ടകോടാലിയായി മാറുന്നു എന്നുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്വപ്ന സുരേഷിൻ്റെ രൂപത്തിലായിരുന്നു സ്വർണം പിണറായി വിജയനെ വേട്ടയാടിയത്, സ്വർണം കള്ളക്കടത്തിൻ്റെ പേരിൽ. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ സുപ്രധാനമായ പദവിയിലിരുന്ന IAS ഉദ്യോഗസ്ഥൻ ശിവശങ്കരൻ ആ സ്ഥാനത്ത് നിന്ന് തിരിച്ചുപോയി. രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഷം മുമ്പ് നമ്മൾ കണ്ടു അൻവർ എന്ന മറ്റൊരു അവതാരം. അദ്ദേഹം സ്വർണം പൊട്ടിക്കൽ എന്ന പുതിയൊരു വിവാദവുമായിട്ടാണ് വന്നത്. അതിൻ്റെ പേരിൽ തുപ്പിതെറിച്ചത് DGPക്ക്. ഇപ്പോഴിതാ വീണ്ടും സ്വർണം പിണറായി സർക്കാരിനെ വേട്ടയാടുന്നു. അതും ആഗോള അയ്യപ്പ സംഗമം പോലെ വലിയൊരു സമ്മേളനമൊക്കെ നടത്തി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണയൊക്കെ ഉറപ്പാക്കി SNDPയുടെയും NSSൻ്റെയും ഒക്കെ ഇഷ്ടം നേടി അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ശക്തമായി പോകാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് തൊട്ട് പിന്നാലെ പുതിയൊരു അവതാരം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരത്തിൻ്റെ രൂപത്തിൽ സ്വർണം വീണ്ടും പിണറായി വിജയനെ വേട്ടയാടുന്നത്. ഇത്തവണ അത് ഇത്തിരി കടുത്തുപോയി. ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചുള്ള ചിത്രം ഓരോ ദിവസവും കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കേട്ടത് അവിടെ ശബരിമലയിൽ ശ്രീകോവിലിൽ കൊടുത്ത പൂശാൻ അവിടെ സ്വർണ്ണപ്പാളികൾ നൽകിയതിൽ എവിടെയൊക്കെ ആരൊക്കെയോ കുറച്ച് മുട്ടിച്ചുകൊണ്ട് പോയി എന്ന്. പിന്നീട് അറിഞ്ഞു അത് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ 4 കിലോ സ്വർണം ആരോ അടിച്ചു മാറ്റിയെന്ന്. ഇപ്പോൾ എത്ര സ്വർണം പോയി, എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ലാതിരിക്കുകയാണ്. നമുക്കറിയാം 1998 വിജയമല്യ 33 കിലോ സ്വർണം ശബരിമലയ്ക്ക് നൽകിയത്. 21 വർഷത്തേക്ക് പിന്നെ ഒന്നും കേട്ടില്ല. 21 വർഷം കഴിഞ്ഞ് 2019 ഈ സ്വർണം അതിൻ്റെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണത്തിൻ്റെ മാറ്റ് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി കുറഞ്ഞു പോയി, അല്ല അതിൻ്റെ തിളക്കം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അത് ഇവിടുന്ന് ഇതെല്ലാം ഇളക്കിക്കൊണ്ട് നേരെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ചങ്ങ് ഏൽപ്പിച്ചു. ഇത് കൊണ്ട് പോവുക, അവിടെ കൊണ്ടുപോയി ഇതൊക്കെ നന്നാക്കി തിരിച്ചു കൊണ്ടുവരിക. കോടിക്കണക്കിന് രൂപ വിലയുള്ള വളരെയേറെ മൂല്യമുള്ള പരിശുദ്ധിയുള്ള ഒരു ശില്പമാണ് ഇങ്ങനെ കൊണ്ടുപോയെന്ന് ഓർക്കണം. അതവിടെ കൊണ്ടുപോയി തിരിച്ചു വന്നു. കഴിഞ്ഞ ദിവസം ശ്രീ പത്മകുമാർ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. പത്മകുമാർ പറയുന്നത് അത് സ്വർണമായിരുന്നില്ല, അത് ചെമ്പ് തകിടായിരുന്നുവെന്ന്. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സ്വർണം പൂശിയ ചെമ്പ് തകിടാണെന്ന്. അപ്പോൾ സ്വർണം പൂശിയ ചെമ്പ് തകിടും വെറും ചെമ്പ് തകിടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും പത്മകുമാറിന് അറിയത്തില്ലായിരുന്നു. അതുപോട്ടെ, ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലും ഇത് ചെമ്പ് തകിടായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ബേസിക്കായിട്ടുള്ള ചോദ്യം, ഈ സ്വർണം പൂശി സ്വർണ്ണ തകിട് ഒട്ടിച്ചവിടെ വെച്ചിരുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ 2019 ചെന്നൈക്ക് പോയപ്പോൾ ചെമ്പ് തകിടായിരുന്നു. ശരി, അത് പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അതിൽ സ്വർണം പൂശിയാണ് അല്ലെങ്കിൽ സ്വർണ്ണം തകിട് ഒട്ടിച്ചാണ് വന്നതെങ്കിൽ എത്ര സ്വർണ്ണം അതിലുണ്ടായിരുന്നു? ഒരു രേഖയും ദേവസ്വം ബോർഡിലില്ല. അതിനുശേഷം ഇത് 6 വർഷം കഴിഞ്ഞ് 2025 ആയപ്പോൾ ദേവസ്വം ബോർഡിൽ കുറച്ച് പേര് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ തിളക്കം വീണ്ടും മങ്ങിയിരിക്കുന്നു. ഇതൊന്നുകൂടി പോയി സ്വർണം പൂശണം. അപ്പോഴും അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നു. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി?
ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ സ്പോൺസറാണെന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഗ്യാരണ്ടി നിൽക്കുന്ന ആളാണെന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സർക്കാരിൻ്റെ ഭാഗമാണോ? അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയാണോ? അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഇത്രമാത്രം മൂല്യമേറിയ ഈ ദ്വാരപാലക ശില്പം വീണ്ടും കൊടുത്തുവിടുന്നു. വീണ്ടും അത് ചെന്നൈക്ക് പോകുന്നു. അതിനുശേഷം ഇത് പ്രദർശനത്തിനായിട്ട് പലയിടത്തും പോകുന്നുണ്ട്. ഇത് ബാംഗ്ലൂരിൽ പോയതായിട്ട് പറയുന്നു, ചെന്നൈയിൽ തന്നെ പല സ്ഥലത്തും പോയെന്ന് പറയുന്നു. സിനിമാ നടൻ ജയറാം തന്നെ പറയുന്നു, എൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവന്നു, എന്നെയും വിളിച്ചു ഇതിൻ്റെ പൂജയുടെ സമയത്ത്. അങ്ങനെ ഇത് പലർക്കും ദർശനത്തിന് വെച്ച് പലരെയും സന്തോഷിപ്പിച്ച് ഈ സാധനം തിരിച്ചിവിടെ വന്നപ്പോൾ തൂക്കി നോക്കിയപ്പോൾ ആകെ 45 പവൻ സ്വർണം മാത്രം. അപ്പം ബാക്കി സ്വർണ്ണം എവിടെ? അതിൻ്റെ കണക്ക് നോക്കണമെങ്കിൽ ഇനി വളരെ പുറകോട്ട് പോകണം. ഏത് കാലത്താണ് ഇത് സ്വർണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. അത് സംബന്ധിച്ചുള്ള ഒരു രേഖയും ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ല. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ ഉദ്ധരിക്കാൻ ഒരുങ്ങിയ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് അവിടുത്തെ ശ്രീകോവിലുള്ള ഈ ദ്വാരപാലക ശില്പത്തിന് പൂശിയ സ്വർണം, അല്ലെങ്കിൽ അവിടെ പതിച്ച, ഇത് പൂശിയതാണോ പതിച്ചതാണോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും തർക്കമാണ്. ഇത് ക്ലാഡ് ചെയ്താണെന്നൊരു വാദം, ക്ലാഡ് ചെയ്ത് താൻ കണ്ടിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ പറയുന്നു അത് പൂശിയതാണെന്ന്. പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് അത് വെറുതെ മഞ്ഞ കളറടിച്ചതാണെന്ന്. എന്തായാലും നല്ല തമാശയായി, ഒരു കോമഡിയായി മാറിയിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിൻ്റെ അടുത്ത ടേണിംഗ് പോയിന്റ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ കോടതിയിലേക്ക് കാത്തിരിക്കണം. കോടതിയിൽ ഇനി ഇതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയി സമർപ്പിച്ച് കോടതി ഉത്തരവിട്ട് കോടതി ശരിക്ക് ഇതിൻ്റെ അന്വേഷണം നടത്തി, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കഴിയുമ്പോൾ മാത്രമേ ശരിക്ക് ഈ സ്വർണം ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളൂ. അതുവരെ ഈ സ്വർണ്ണ വിവാദം ഇനിയും ഇങ്ങനെ തുടരും. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചും ഇടത് സർക്കാരിനെ സംബന്ധിച്ചും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി തൽക്കാലം അവശേഷിക്കുകയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വീണ് കിട്ടിയ നല്ലൊരു അവസരവുമാണ്. കാരണം നിയമസഭയിലും പ്രതിപക്ഷം ചോദ്യോത്തരവേള തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ സ്വർണ്ണ വിവാദം അവിടെ ആൾ കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനിയും തുടരുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. എന്തായാലും സ്വർണത്തിൻ്റെ അടുത്ത ഭാഗം, അടുത്ത രംഗം എന്താണ് എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.